ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷഹ്മ ബി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യുന്ന റെസിപ്പിയുമായിട്ടാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കപ്പ് സോയ ചങ്ക്സ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി നന്നായി പിഴിഞ്ഞെടുക്കുക. വെള്ളത്തിലിട്ടേക്കാളും ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ 2 മിനിറ്റ് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുത്താലും മതി. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായ അളവ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. മൺചട്ടി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ജീരകം ഇടുക. അത് പൊട്ടിയ ശേഷം 2 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇവയെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായി വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയാൽ മതി. ശേഷം നമുക്ക് സവോള ചേർക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക. കരിയാതെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉപ്പ് ചേർക്കുന്ന ഭാഗം മിസ്സായതാണ്. ചെറു തീയിലിട്ട് സവോള നന്നായി വഴറ്റിയെടുക്കുക. സവോള ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. ഈ സമയം തീ നന്നായി കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം മസാലയെല്ലാം യോജിച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അതിനുശേഷം തുറന്ന് നമ്മൾ കഴുകി വെച്ച സോയാബീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്ഷമിക്കണം, സോയാബീൻ ഇടുന്ന ഭാഗം മിസ്സായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇനി നമുക്കിത് നന്നായി ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം വറവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.